1959 കേരളത്തിലുണ്ടാക്കിയ നഷ്ടം നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ആ സർക്കാർ തുടർന്നിരുന്നെങ്കിൽ ഭൂപരിഷ്കരണം നടപ്പായതിന്, അന്ന് ഭൂപരിഷ്കരണം നടപ്പായിരുന്നെങ്കിൽ അന്നത്തെ മിച്ചഭൂമിയുടെ കണക്കനുസരിച്ച് കേരളത്തിലെ കർഷക തൊഴിലാളിക്കൊക്കെ 2 ഏക്കർ വെച്ചെങ്കിലും ഭൂമി കിട്ടിയാന്. 1971 വീണ്ടും ഭൂപരിഷ്കരണം നിയമം പാസ്സായപ്പോഴേക്കും ഈ മിച്ചഭൂമി മുഴുവൻ തിരിമറി ചെയ്യപ്പെട്ടു പോയിരുന്നു. ബാക്കിയുണ്ടായത് ഇഷ്ടദാന ബില്ലും കൊണ്ടുപോയി. ഒരിക്കലും പരിഹരിക്കാനാവാത്ത ഊരാക്കുടുക്കായിട്ട് നമ്മുടെ ഭൂപ്രശ്നം മാറി. അന്ന് സർക്കാർ തുടർന്നിരുന്നെങ്കിലേ ലോകത്തല്ല ഇന്ത്യയിൽ, ലോകം പറയപ്പെട്ട രാജ്യങ്ങളിൽ എങ്ങുമില്ലാത്തൊരു ഭരണ സംവിധാനം കേരളത്തിൽ വന്നാൽ ഓരോ ജില്ലയിലും സംസ്ഥാന സർക്കാർ പോലെ പ്രാദേശിക സർക്കാർ. ആ നിയമം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട് പിന്നെ 59 കഴിഞ്ഞ് 97 വരെ കാത്തിരിക്കേണ്ടി വന്നു ജനകീയ ആസൂത്രണത്തിലൂടെ അധികാരം താഴേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്നിപ്പോ പലരും പറയും സംവരണം വേണം. ഇന്നും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒരു ഉടുക്കായിട്ട് മാറ്റിയത് 59 വിമോചന സമരത്തിൽ. എത്ര വലിയ നഷ്ടം! അതുപോലെ നഷ്ടം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന്റെ മുന്നിൽ ഒരു നവകേരളത്തിനുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. അതിനൊരു ചരിത്രമുണ്ട്. നവകേരളം ചേർന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ അഭ്യസ്ത വിദ്യരുടെ യോഗ്യതയ്ക്കും പ്രതീക്ഷയ്ക്കും അനുസരിച്ചുള്ള നല്ല തൊഴിൽ കേരളത്തിൽ ഉണ്ടാക്കണം. അതിനൊരു പരിപാടി. അത് ചെയ്യുമ്പോ ഈ നാട്ടിലെ പാവങ്ങളുണ്ട് കേട്ടോ. കാർഷിക തൊഴിലാളികള്, ചവിട്ട് തൊഴിലാളികള്, നിർമ്മാണ തൊഴിലാളികള്, അവരുടെ സംരക്ഷണം പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നു.